ഹേ ലൈറ്റ്സ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സോൾട്ട് വാട്ടറിലും നോർമൽ വാട്ടറിലും കൂടി 2 എഗ്ഗ് ഡിപ്പ് ചെയ്യുന്ന ടൈമിൽ സോൾട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, നോർമൽ വാട്ടറിൽ സിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ആബ്രാ കഡാബ്ര എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തോണ്ട് കാരണം ആരുമില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുത്തിട്ട് വന്നു. 2 ഗ്ലാസ് വേണം, അതിലേക്ക് നോർമൽ വാട്ടർ ഫില്ല് ചെയ്യുക. 1 എഗ്ഗ് വേണം. അതിനുശേഷം കുറച്ച് ഉപ്പ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തേക്ക് നന്നായി ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നന്നായി ഡിസോൾവ് ചെയ്തതിന് ശേഷം മാത്രം എഗ്ഗ് എടുത്ത് ഫസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒബ്സർവ് ചെയ്യാം, എഗ്ഗ് അതിൽ സിങ്കായി പോയിട്ടുണ്ട്. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, എഗ്ഗ് സിങ്കായി പോയത്. അതിനുശേഷം അതെടുത്ത് സോൾട്ട് വാട്ടറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, ദ എക്സ്പെരിമെൻറ്റ് ഈസ് സക്സസ്. കാരണം എഗ്ഗ് ഫ്ലോട്ട് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ എക്സ്പെരിമെൻറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയുന്ന കാര്യമാണ് എഗ്ഗ് ഫ്ലോട്ടായി കിടക്കും സോൾട്ട് വാട്ടറിൽ എന്ന്. പക്ഷേ അതിന് കാരണം ചോദിച്ചാൽ പലർക്കും അറിയില്ല. സോ അതിന് കാരണം ഇതാണ്, എപ്പോഴും സോൾട്ട് വാട്ടറിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഈക്വലായ ഒരു ഡെൻസർ ഫോഴ്സും ബോയിൻ ഫോഴ്സും അവിടെ ഉണ്ടാവുകയും എഗ്ഗ് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഫ്രഷ് വാട്ടർ അഥവാ നോർമൽ വാട്ടറിൽ ഡെൻസിറ്റി എപ്പോഴും കുറവായിരിക്കും, അവിടെ എഗ്ഗിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് അത് സിങ്കായി പോകുന്നത്. സോ ആർക്കിമിഡിസിന്റെ ബോയിൻസി പ്രിൻസിപ്പിളും അതിലെ ബോയിൻസി ഫോഴ്സും എഗ്ഗ് സോൾട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള ഒരു റീസൺ ആണ്. ഫ്ലൂയിഡിന്റെ ബോയിൻസി ഫോഴ്സ് അഥവാ സോൾട്ട് വാട്ടറിന്റെ ബോയിൻസി ഫോഴ്സ് ഈ ഒബ്ജക്റ്റായ എഗ്ഗിന്റെ ബോയിൻസി ഫോഴ്സുമായിട്ട് ഈക്വൽ ആവുകയോ അതിൽ കൂടുതലാവുകയോ ചെയ്യുമ്പോഴാണ് എഗ്ഗ് ഫ്ലോട്ട് ചെയ്തത്. വെള്ളത്തിന്റെ ഡെൻസിറ്റി എഗ്ഗിന്റെ വെയിറ്റിനെ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അതിനാവശ്യമായ ബോയിൻസി ഫോഴ്സ് നൽകുകയും ചെയ്യുന്നു. സോ ഗൈസ്, ഫോർ മോർ നോളജ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.